കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മുടെ വീണ തേക്കണ്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ 8 സ്ഥലങ്ങളിൽ ഇന്നലെ റെയ്ഡ് നടന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ റെയ്ഡ് ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രധാനപ്പെട്ട 4 പേരുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലും അവരുടെ ബിസിനസ് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെയാണ് റെയ്ഡ് നടന്നത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലേക്ക് ഇപ്പോൾ പി.എ. മുഹമ്മദ് റിയാസും കടന്നു വരുന്നു. വീണയുടെ ഭർത്താവും മുൻ മന്ത്രി ഇപ്പോൾ MLA-യുമായ മുഹമ്മദ് റിയാസും കടന്നു വന്നിരിക്കുന്നു. കാരണം ഈ 4 പേരും ശരിക്കും പറഞ്ഞാൽ റിയാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. റിയാസ് വഴിയാണ് വീണയും ഈ പിണറായി കുടുംബത്തിനെ പരിചയപ്പെടുന്നത്. മാത്രമല്ല വീണ വിജയന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ അച്ഛനെ അറിയാവൂ, ചില കാര്യങ്ങൾ ഭർത്താവിനെ അറിയാവൂ എന്ന് കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അന്ന് 2 തവണ ഈ ചോദ്യം ചെയ്യൽ ഹാജരായപ്പോൾ പറഞ്ഞതായിരിക്കും. അതെ. അപ്പോൾ വീണയുടെ മൊഴിയിൽ അങ്ങനെ ഒരു ഉത്തരം വന്ന സ്ഥിതിക്ക് എന്തായാലും അടുത്ത ഇഡിയുടെ അന്വേഷണം വരിക സ്വാഭാവികമായി ആദ്യം റിയാസിലേക്കായിരിക്കും, അത് കഴിഞ്ഞ് പിണറായി വിജയനിലേക്ക് എത്തിപ്പെടും. അടുത്തത് റിയാസ്, അത് കഴിഞ്ഞ് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നമ്മൾ നേരത്തെ എല്ലാവരും സംശയിച്ചിരുന്നു ഇത് വീണ്ടും പഴയതുപോലെ ഈ എന്താണ് അന്തർധാര ഉണ്ടാവുകയും എല്ലാ പരിപാടി ഇഡി എല്ലാം അവസാനിപ്പിച്ചു എന്ന് നമ്മൾ കരുതി ഇരിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇഡി വളരെ കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയായിരിക്കും. കൃത്യമായ പ്ലാനിങ്ങിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് പറയാവുന്നത് ഇന്നലത്തെ ഇഡിയുടെ നീക്കമായിരുന്നു. അവര് വൈകുന്നേരം വരെ നീണ്ടുനിന്ന റെയ്ഡിൽ ഇന്നലെ രാവിലെ തന്നെ അവര് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാര്യങ്ങൾ നീക്കിയിരുന്നത്. ഈ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിലേക്ക് ഇഡി എത്തിയത് അത് അവര് എന്താ നമ്മൾ ഈ സിനിമ സ്റ്റൈലിൽ കാണുന്ന മൂവായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിഖിലില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആശുപത്രിയിലായിരുന്നു, അതായത് മകന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. അവിടെ പോയി ഇഡി കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ അതായത് ഇവർക്ക് പ്രതിരോധിക്കാൻ ഒരു സമയം ഒരു തരത്തിലും കിട്ടാത്ത രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു ഇന്നലെ അവരുടെ ഭാഗത്തു നിന്ന്. മാത്രമല്ല പണ്ടൊക്കെ ചെയ്ത പോലെ കേന്ദ്രസേനയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരള പോലീസിനെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു പോയിന്റ് ആണ്. അത് കേരള പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ അത് ചോരും. കാരണം ഇപ്പോഴും കേരളത്തിലുള്ള പിണറായി പോലീസാണ്. വേറെ അറിയിച്ചു കഴിഞ്ഞാൽ ചോരും ഇവരൊന്ന് ആക്രമണം നടത്തുന്നു അറിയാം. മാത്രവുമല്ല തികച്ചും സമാധാനപരമായിട്ടാണ് ഇന്നലെ കോഴിക്കോട്ട് ഈ CPM പ്രതിഷേധിച്ചത് പോലും. അത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയില് മാമുക്കായി പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് ഉണ്ട്, പെട്ടുപോയി ബാലകൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്. ഇപ്പം CPM-ന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് അതാണ്, പെട്ടുപോയി എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ പ്രതിഷേധം നടത്തിയതിന്റെ കേട് ഇപ്പോഴും അവർക്ക് തീർന്നിട്ടില്ല. അപ്പം ആ ഒരു അനുഭവം അവർക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ അവർ പ്രതിഷേധം നടത്തിയപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു പേരിന് ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിന് തന്നെ ഞാൻ വാർത്ത വെച്ചപ്പോൾ എനിക്ക് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. ആ പ്രകടനത്തിലേക്ക് കൂടുതൽ അണികളും അതുപോലെ വലിയ നേതാക്കൾ എത്തിപ്പെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. വളരെ സാധാരണക്കാരായ അവിടുത്തെ കുറച്ച് നേതാക്കന്മാർ മാത്രം നിന്നൊരു പ്രതിഷേധം നടത്തി അവസാനിപ്പിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ CPM കരുതലോടെ മുന്നോട്ട് പോകുള്ളൂ. കാരണം പിണറായി ഏതാണ്ട് കൈവിടേണ്ട ഒരു അവസ്ഥയിലേക്കാണെന്ന് പാർട്ടിക്കും അറിയാം. ഇയാളെ വെറുതെ രക്ഷിക്കാൻ ഇറങ്ങി പാർട്ടിയുടെ ഉള്ള മാനം കൂടി പോകണം. കാരണം ഈ പിണറായിയോട് കൂടി പാർട്ടി അവസാനിക്കുന്നില്ലല്ലോ. നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ഒരു കേഡർ പാർട്ടിയാണ്, അടുക്കിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ പറയും പിണറായി വിടണം എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് പിണറായിയും ഗോവിന്ദനുമാണ്. അപ്പോൾ ആര് കൈവിടും, ആരെ കൈവിടും? അവിടെയാണ് ജസ്റ്റും പറഞ്ഞ ചോദ്യം പ്രസക്തമാവുന്നത്. അടുത്ത മാസമാണ് കോഴിക്കോട്ട് വെച്ച് CPM-ന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. അതിൽ എല്ലാ ജില്ലയുടെ ജില്ലാ സെക്രട്ടറി മെമ്പർമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയ വിശാലമാണത്. അപ്പോൾ ആ വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇഡിയുടെ നീക്കം വളരെ ചടുലമായിട്ടായിരിക്കും. അവർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. ഒരു പക്ഷേ ഈ വിശാല സംസ്ഥാന സമിതി യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ അവർ അന്തിമ തീരുമാനത്തിലേക്ക് അവർ പോകും. പിണറായിയെ കൈവിട്ടാൽ സ്വാഭാവികമായും മുഹമ്മദ് റിയാസിനെയും കൈവിടേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ വിശാല സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് AK സെന്ററിൽ ഇത്രയും സ്ഥലം കിടപ്പുണ്ട്, അവിടെ അവർക്ക് നടത്താം, കൊച്ചിയിൽ നടത്താം. എന്തുകൊണ്ട് കോഴിക്കോട്ട് വെച്ച് നടത്തുന്നു? അത് റിയാസിന്റെ ശക്തിപാഠം കൂടെ കാണിക്കാൻ, റിയാസിന്റെ ഒരു പവർ കാണിക്കാനാണ്. സംശയമുണ്ട് അക്കാര്യത്തിൽ. കോഴിക്കോട്ട് അപ്പോൾ റിയാസിന്റെ നാട്, അപ്പോൾ റിയാസ് ആയിരിക്കും അവിടുത്തെ ആതിഥേയൻ. റിയാസിന്റെ ഒരു പവർ, റിയാസിന്റെ സംഘാടക മികവൊക്കെ ഒന്നുകൂടെ ഈ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ഈ വിശാല സംസ്ഥാന സമിതി യോഗം അവിടെ നടക്കുന്ന സമയത്ത് പിണറായി വിജയനും റിയാസും ഒക്കെ സംസ്ഥാന സമിതിയായി പങ്കെടുക്കുക ഇഡിയുടെ കസ്റ്റഡിയിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ ഇഡിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം വെച്ച് നോക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ മുഹമ്മദ് റിയാസ് ചോദ്യം ചെയ്യലിനെ നേരിടേണ്ടി വരും. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, മുഹമ്മദ് റിയാസ് ആണ് കൊച്ചിയിലെ ഇഡിയുടെ ഓഫീസിൽ വീണയെ കൊണ്ടുവന്ന് വിട്ട കാറിൽ. അന്ന് മുഹമ്മദ് റിയാസ് എനിക്കൊന്നും അറിയില്ല, എനിക്കിതായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ.
മാത്രമല്ല അത് ആദ്യ റെയ്ഡ് നടന്നപ്പോൾ അദ്ദേഹം പറയുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നാണ്. സംഘപരിവാറും തമ്മിൽ എന്ത് ബന്ധം? അഴിമതി തട്ടിപ്പ് നടത്തിയിട്ട് സംഘപരിവാറിന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അടുത്ത് മുഹമ്മദ് റിയാസിലേക്ക് ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ പോകേണ്ടി വരും. പോയേ പറ്റും. പിണറായി വിജയനെ വിളിച്ചാൽ പിണറായി വിജയന് പോകേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിലെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇ ഡി. അവിടെ വേണമെങ്കിൽ ചെന്ന് ഇ ഡി ഓഫീസിൽ ചെന്ന് മുഷ്ടി കയറിയിട്ട് രണ്ട് മുദ്രാവാക്യം വിളിക്കുമായിരിക്കും സഹാക്കൾ. അതല്ലാതെ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ വൃത്തികളൊന്നും ഇനി കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാനൊട്ട് പാർട്ടി ഇനി അതിന് കൂട്ടി നിൽക്കില്ല എന്ന് ഏതാണ്ട് പരോക്ഷമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇത്രയും നാള് CPM മൊത്തത്തിൽ വീണ വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വീണ വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിണറായിയുടെ മകളായതുകൊണ്ട് കേന്ദ്രം ആക്രമിക്കുന്നു എന്നുള്ള ഒരു ആംഗിളിലായിരുന്നല്ലോ ഇവര് ഇരുവാദമായിരുന്നു. അപ്പോ ഇപ്പൊ നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് CPM മൊത്തത്തിൽ അങ്ങനെ ഒരു പിന്തുണ കൊടുക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിണറായി മാത്രമായിരിക്കില്ല ഇതിൽ കുടുങ്ങാൻ പോകുന്നത്. അതാണ്. മാത്രമല്ല ഇപ്പൊ ഈ നിഖിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പദവിയാണ്. മാത്രവുമല്ല ഇത് പല ജില്ലകളിലുമുള്ള പിണറായിയുടെ വിശ്വസ്തരായ പല CPM നേതാക്കളുടെയും അടുത്തേക്ക് ഇ ഡി ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഇവരുടെ ഈ തായ്ക്കണ്ടി രീതികൾ എന്ന് പറയുന്നത് വലിയ നെറ്റ്വർക്കാണ്. റിയാസിന്റെ ഒരു സുഹൃത്തുക്കളുടെ ഒരു 3-4 പേര് തന്നെ ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഇത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു തട്ടിപ്പല്ല. മാത്രവുമല്ല ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവർക്കെല്ലാം ഓരോ ബിസിനസ് ഉള്ളവരാണ്. ഒരു ഡെന്റൽ ക്ലിനിക്ക് ഒന്നുണ്ട്. പിന്നെ അതുപോലെ ഈ നിഖില് അദ്ദേഹത്തിന് എങ്ങാണ്ടുണ്ട്. എല്ലാവർക്കും സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ വഴി ആയിരിക്കാം ഈ പണമിടപാട് നടന്നിട്ടുള്ളത്. കാരണം ഈ ഇത്തരത്തിൽ കിട്ടിയ പണമൊക്കെ തന്നെ എന്ത് ചെയ്യണമെന്നുള്ളവർക്ക് കൺഫ്യൂഷൻ വന്നാണല്ലോ സ്വാഭാവികം. അപ്പോൾ ഇവരുടെയൊക്കെ ബിസിനസ് സംരംഭങ്ങളിൽ പണം മുടക്കിയായിരിക്കും പോയിട്ടുള്ളത്. മാത്രമല്ല ഈ നിഖിലിൻ്റെ ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വീണയുടെ നിന്ന് പണം പോയിട്ടുണ്ട്. അതേക്കുറിച്ച് അന്ന് ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണെന്നാണ്. അങ്ങനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിലും കണക്കുള്ളതാണല്ലോ. മാത്രമല്ല ഇതിൽ ഏറ്റവും ഇതിൽ നിർണായകമായ ഒരു കാര്യം എന്താണെന്നറിയാമോ? തിരുവനന്തപുരത്ത് ഇവരുടെ വീട്ടിനടുത്ത് റെയ്ഡ് തന്നെയാണ്. ഒരിക്കലും തിരുവനന്തപുരത്ത് പിണറായി വീട്ടിൽ കയറി റെയ്ഡ് നടത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മാത്രമല്ല ഈ മുൻ റെയ്ഡില് CPM നേതാക്കളും CPM അണികളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരു വാദം, അതായത് ഈ റെയ്ഡ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, അന്ന് എന്ത് കിട്ടി, എന്തെങ്കിലും തെളിവ് കിട്ടിയോ, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നായിരുന്നു അന്ന് അവർ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന വാർത്ത പ്രകാരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിലേക്ക് എത്തിയ വിവരം കിട്ടിയത് വീണയുടെ ഡയറിയിൽ നിന്നാണ്. ചുവന്ന ഡയറി. അത് മുൻ റെയ്ഡിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയ വിവരമാണ്. അപ്പോൾ ഈ പറയുന്നവരുടെ കൈകൾ അത്ര ശുദ്ധമല്ല എന്നുള്ളത് ശുദ്ധമല്ല. പാർട്ടി കുറേച്ചവരെ കൈവിടുകയാണ്. ഒരു സംശയമുണ്ട്, താക്കന്റെ കുടുംബത്തെ അവർ കൈവിടുകയാണ്. കാരണം പാർട്ടിക്ക് നാളെ ഇവിടെ നിലനിൽക്കണ്ടേ? ഈ പിണറായി വിജയനോട് കൂടി പാർട്ടിയുടെ അവസാനിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കും? പാർട്ടിയുടെ മറ്റ് പ്രവർത്തകർ അണികളൊക്കെ ഉണ്ട്. നാളെ അവർക്കൊക്കെ ഇതുപോലെ അധികാരത്തിലെത്താനൊക്കെ ആഗ്രഹം എല്ലാവർക്കും. ആരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് നാട് നന്നാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. പക്ഷേ ഇതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ, മാത്രമല്ല VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനും ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചു ഇവിടെ സംഭവിക്കും. പാർട്ടിക്ക് ഒരു അണികളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ആൾക്ക് ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരൊറ്റ കുടുംബം നടത്തിയ അഴിമതി ഒരു വശത്ത് നമ്മൾ കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന അഴിമതികൾ. നമ്മുടെ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി നടത്തിയ ഒരു അഴിമതി ഉണ്ടല്ലേ, 12,000 രൂപ വിലയുള്ള 15,000 രൂപ മറ്റോ വിലയുള്ള ഒരു ടാബിന് 2,80,000 രൂപയാണ് വാങ്ങിച്ചേക്കുന്നത്. അതെല്ലാം ചീത്തയപ്പോൾ. അപ്പോൾ ഇത് എല്ലാ വകുപ്പുകളിലും വലിയതുപോലെ ക്രമക്കേട് നടന്നു. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഓരോ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അതിൻ്റെ പേരിൽ ഈ കുടുംബം വഴിയായിരിക്കും കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ നമ്മളെ ട്രീ കട്ടർ സംഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ കാണുന്നില്ലേ? CPM എന്താണ് അവർക്ക് വേണ്ടി ഇത്രയധികം ബാധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? അവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്നലത്തെ ഇ ഡി റെയ്ഡ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ റെയ്ഡ് തന്നെയാണ്. ഇനി ഇതിൽ പിടിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യം, ഈ പണം പോയത് റിയാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നൊരു ചോദ്യമാണ് ബാക്കി വരുന്നത്. കാരണം വീണ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, അച്ഛനും ഭർത്താവിനുമാണ് അറിയുക എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടാ. ചിലപ്പോൾ ഈ വീണയ്ക്ക് ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും അത്ര പിടിയൊന്നും കാണില്ലായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ അറിയത്തില്ലെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഇവരിലേക്ക് അന്വേഷണം എത്താനല്ലേ സാധ്യതയുള്ളൂ. അതെ, അന്ന് വീണ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അതിവിദഗ്ധന്മാരല്ലേ, അവർ കൃത്യ ഒരു കാര്യം മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അവർ പരമാവധി ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത്. മാത്രമല്ല ഇനിയിപ്പോൾ CPM ഉയർത്തുന്ന ഇരവാദത്തിനും അധികം ആയുസ് ഉണ്ടാവില്ല. ഇല്ല, തെളിവ് സഹിതം പിടിക്കാലേ. ഒരാളിനൊരു തെളിവ് സഹിതം ഒരു അഴിമതി കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ന്യായീകരിച്ചിട്ട് കാര്യമുണ്ടോ? മാത്രമല്ല ഇയാളെയും കുടുംബത്തിനെയും ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടല്ലേ പാർട്ടി ഇനിയും നാറേ ഉള്ളൂ. പാർട്ടിക്കകത്ത് തന്നെ ഇയാളെ പ്രതിപക്ഷാതാക്കുന്നതിനെതിരെ പോലും ശക്തമായ രീതിയിലുള്ള എതിർപ്പ് ഉയർന്നിരുന്നു. എന്നിട്ട് സ്വന്തം ഒരു കൈ ഉയർത്തിയാണ് അദ്ദേഹം പ്രതിപക്ഷാതാവായത്. CPM PBയിൽ ആരാണ് പ്രതിപക്ഷാതാവണമെന്ന് പറഞ്ഞപ്പോൾ
പിണറായി വേണ്ടാന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. പക്ഷേ പിണറായി തന്നെ പറഞ്ഞ വോട്ടെടുപ്പ് വന്നപ്പോൾ കൈവയ്ക്ക് ഞാൻ ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ചില ആളുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ ഇവർക്ക് അധികാരമാണ്, സ്ഥാനങ്ങൾ അമിതമായ താല്പര്യമുള്ള ചില ആളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, പിണറായി 70-ലാണ് ആദ്യം MLA ആവുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പദവിയില്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടില്ല. അദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. എനിക്കൊന്ന് കണ്ണൂർ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന സംശയമുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു കണ്ണൂരിൽ. പിന്നെ എന്താ അതുപോലെ വൈദ്യുതി ബോർഡിൽ മന്ത്രിയാവുന്നതിന് വരെ മെമ്പറാണെന്നൊരു സംശയമുണ്ട്. അപ്പം അങ്ങനെ ജീവിതകാലം മുഴുവൻ LDF ഭരിക്കുന്ന കാലത്തും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ പിണറായി വിജയൻ എല്ലാ കാലത്തും പദവികളിൽ ജീവിച്ച ഒരാളാണ്. പദവിയിൽ ജീവിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പ്രതിപക്ഷപ്പെടുത്തുന്ന വെറും ഒരു MLA ആയിട്ട് അതിന് ഇരിക്കാൻ പറ്റില്ല. ഈ റെയ്ഡില് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മുൻ റെയ്ഡ് വന്ന സമയത്ത് റെയ്ഡിന് ശേഷം CPM നേതാക്കൾ നിരന്ന് നിന്ന് പ്രതികരിക്കുന്ന ഒരു പ്രവണത അന്നുണ്ടായിരുന്നു. ഞങ്ങൾ ED വേട്ടയാടുന്നു എന്നുള്ള രീതി എല്ലാ നേതാക്കളും പ്രതികരിച്ചു. ഇന്നലത്തെ റെയ്ഡിന് ശേഷം എത്ര പേര് പ്രതികരിച്ചു കണ്ടു? ഗോവിന്ദ മാഷാത്രം വന്ന് പടയത്തിന് പത്രസമ്മേളനം നടത്തിയത് പതിവ് ചിരിച്ചിട്ട് ഇറങ്ങി പോകുന്നതാണ്. കൂടുതൽ വിശദീകരണമൊന്നുമില്ല അദ്ദേഹത്തിന്. ഈ ചോദ്യം ചെയ്യലിന് വിധേയനായി നിഖിലും പ്രതികരിച്ചിട്ടില്ല. ഇല്ല. അപ്പോ പ്രതികരിക്കരുതെന്ന് പക്ഷേ പാർട്ടി പറഞ്ഞാണോ? പ്രതികരിക്കാൻ പോയി ചില പേരട്ടി കൊളാവോ എന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും. ഭയക്കണമെങ്കിൽ മടിയിൽ കനമുണ്ട്. മടിയിൽ കനമുണ്ട്, ഒരു സംശയം ഭയക്കേണ്ടി വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത EDയുടെ ലക്ഷ്യം മുഹമ്മദ് റിയാസും തുടർന്ന് പിണറായിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇതോടുകൂടി ഈ പണമിടപാട് സംബന്ധിച്ച് അല്ലെങ്കിൽ മാസപ്പടി സംബന്ധിച്ച കാര്യങ്ങളിൽ ED ഒരു അന്തിമ നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്നലെ നടത്തിയ മൂന്നാമത്തെ ഈ ശക്തമായ റെയ്ഡ്. ഈ റെയ്ഡിലും അവർക്ക് പല രേഖകളും ലഭിച്ചു കാണും എന്നുള്ള കാര്യവും ഉറപ്പാണ്.